കണ്ണൂരിന്റെ മലയോരത്ത് റംബൂട്ടാൻ വിളവ് സമൃദ്ധമാണ്. പക്ഷേ കർഷകരുടെ നെഞ്ചിലാകട്ടെ ഇപ്പോൾ തീയും. വിളവെടുപ്പ് സജീവമായിട്ടും വിപണിയില്ലാത്തതാണ് ചെറുപുഴയിലെ കർഷകരെ കടുത്ത പ്രതിസന്ധിയിലാക്കുന്നത്. നോക്കാം പ്രതിസന്ധിയിൽ കർഷകർ. ചെറുപുഴയിലെ മലയോര മേഖലകളിൽ റംബൂട്ടാൻ വിളവെടുപ്പ് കാലമാണ് ഇത്. മരങ്ങളിൽ ചുവന്നു തുടുത്തു നിൽക്കുന്ന പഴങ്ങൾ കണ്ണിന് കുളിർമയാണെങ്കിലും കർഷകരുടെ മനസ്സ് നിറയെ ആധിയാണ്. ചെറുപുഴ മീന്തുതുള്ളിയിലെ CM മാത്യു കഴിഞ്ഞ 4 വർഷമായി റംബൂട്ടാൻ കൃഷി ചെയ്യുന്ന കർഷകനാണ്. ഇത്തവണ തോട്ടത്തിൽ മികച്ച വിളവാണുള്ളത്. പക്ഷേ വിപണിയില്ല. നിലവിൽ സോഷ്യൽ മീഡിയ വഴിയും സുഹൃത്തുക്കൾ വഴിയുമൊക്കെയാണ് ചെറിയ തോതിൽ വിൽപ്പന നടത്തുന്നത്. മഴ ശക്തമായാൽ പഴങ്ങൾ ചീഞ്ഞു പോകുമെന്ന് മാത്യു ഭയക്കുന്നു. കഴിഞ്ഞ വർഷം മുഴുവനും കാലാവസ്ഥ പ്രതികൂലം അതിനുശേഷം മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. ഈ പ്രാവശ്യം യഥാർത്ഥത്തിൽ വിളവെല്ലാം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് മാർക്കറ്റിൽ വിപണി കണ്ടെത്താനാണ് ഏറ്റവും വലിയ പ്രയാസം. ഇത് വിപണി കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്കിത് വേണ്ട രീതിയിൽ മാർക്കറ്റിൽ നമുക്ക് വിറ്റഴിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം കുറേ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, മാർക്കറ്റ് ചെയ്യാനായിട്ടുള്ള സ്ഥലമില്ല. മലയോര മേഖലയിൽ നിരവധി കർഷകർ റംബൂട്ടാൻ കൃഷിയിലേക്ക് തിരിഞ്ഞിട്ടുണ്ടെങ്കിലും ഉത്പന്നങ്ങൾ കൃത്യമായി സംഭരിക്കാൻ സർക്കാർ തലത്തിൽ ഒരു സംവിധാനവുമില്ല. റംബൂട്ടാൻ വാങ്ങാൻ ആളുണ്ടെങ്കിലും കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കാൻ സംവിധാനമില്ലാത്തതാണ് വിനയാകുന്നത്. അടിയന്തരമായി സർക്കാർ ഇടപെട്ട് സംഭരണ കേന്ദ്രങ്ങളും പ്രാദേശിക വിപണികളും തുറക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.